വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഫോർ വെയിറ്റ് ലോസ്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് 2 എഗ്ഗ് ബോയിൽ ചെയ്തതും അതിൻ്റെ കൂടെ കുറച്ച് ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. എല്ലാ ദിവസമൊന്നും ഇങ്ങനെ അല്ല കേട്ടോ. അപ്പോൾ ഇന്നും നല്ല സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ലഞ്ച് അത്യാവശ്യം ആർഭാടത്തിൽ തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. മട്ടരിയുടെ ചോറും ചമ്മന്തിയും തേങ്ങ ചമ്മന്തിയും മത്തയും പയറുണ്ട്. അതുപോലെ തന്നെ ട്യൂണ ഫിഷ് ഉണ്ട്. ഫ്രഷ് ഫിഷാണ് കേട്ടോ, ടിന്നിൻ്റെ അല്ല. മത്തയും പയറും നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ കുറച്ച് ബാലൻസ് ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞാൻ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിലും ചോറ് ഞാൻ ഇടയ്ക്കല്ല മിക്കവാറും നമുക്ക് ചോറ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ വെയിറ്റ് കുറയ്ക്കുന്നത്. പിന്നെ ഈവനിങ് ആയപ്പോൾ ഈത്തപ്പഴം ബദാമും കഴിച്ചിട്ടുണ്ടായിരുന്നു. 2 എണ്ണമാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇന്ന് സാലഡാണ് ഡിന്നറായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് ലെറ്റ്യൂസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സാലഡ് ഉണ്ടാക്കാമെന്ന്. ഇതിൽ എന്തൊക്കെയാണ് ഇട്ടിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ബ്ലൂബെറി ചേർത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, ഒരു ആപ്പിളും, അതുപോലെ തന്നെ ലെറ്റ്യൂസ് ഉണ്ട്, കുക്കുംബർ ഉണ്ട്. ഇത്രയും നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ചിയാ സീഡ് കുതിർത്തതും കൂടി ചേർത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ആയിട്ട് ഗ്രീക്ക് യോഗട്ടും അതിലോട്ട് കുറച്ച് ഒലീവ് ഓയിലും 1 ടീസ്പൂണും മനൂക്ക ഹണിയും പെപ്പറും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സാലഡ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം ക്രഞ്ചി ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള നല്ല എന്താ പറയുക ഹെവി ഫീലിംഗ് തരുന്ന ഒരു സാലഡാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടമായി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കണം. അപ്പോൾ ഇതാ ഈ കാണുന്ന ഈ സാലഡും കൂടിയാണ് നമ്മുടെ ഡിന്നറായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബൗളിലൊരു ഹാഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. അത്യാവശ്യം നല്ല ഫുൾ ഫില്ലിംഗ് ആണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.